ഇഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടടക്ക് എന്ന് പറഞ്ഞൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ എന്ന് നമുക്ക്. ഇതൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് റംലാനൊക്കെ ഫ്രൈഡ് സ്നാക്സ് മടുത്തിട്ടുണ്ടെങ്കിൽ മുട്ടടക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ സ്വീറ്റ് ഫില്ലിങ്സ് ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു അരക്കപ്പോളം ഞാൻ തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഷുഗർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ പാനിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ എഗ് മിക്സ്ചർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. എഗ് മിക്സ്ചറിൽ ഞാൻ ഓൾറെഡി 2 മുട്ടയും കാർഡമം പൗഡറും ആവശ്യത്തിന് ഷുഗർ ഇട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇനി അതൊന്ന് സ്ക്രാമ്പിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് കുറേ നട്ട്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇട്ട് കൊടുത്തത്. ഏതെങ്കിലും ഒരു നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സ്വീറ്റ് ഫില്ലിങ്സ് റെഡിയായി. ഇപ്പം നമുക്ക് പാൻ കേക്കിനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് 3 മുട്ടയും 1 കപ്പ് മൈദയും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള സോൾട്ടും വേണമെങ്കിൽ ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഇതേപോലെ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാക്കിയാൽ നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ സെറ്റായി. ഇനിയിപ്പം നമുക്ക് മുട്ടടക്ക് ഉണ്ടാക്കുന്ന മെയിൻ പ്രോസസ്സിലോട്ട് കിടക്കാം. ഒരു പാൻ എടുക്കുക, അത് ചൂടാവുന്ന സമയത്ത് ഇതേപോലെ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു പാൻ കേക്ക് ഹാഫ് കുക്ക് ആകുമ്പോൾ തന്നെ സെൻറ്ററിലൂടെ ഇതേപോലെ നമ്മുടെ സ്വീറ്റ് ഫില്ലിങ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, ഇത്രയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സൈഡിലോട്ട് നമുക്ക് ഇതേപോലെ പാൻ കേക്കിൻ്റെ ബാറ്റർ കുറച്ചൊന്ന് ഒറ്റിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം തന്നെ ഇതിനെ ഫോൾഡും ചെയ്യണം, അല്ലെങ്കിൽ അത് കുക്കായി പോവും. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം. എന്നിട്ട് ഇത് അതേപോലെ നമുക്കൊരു ഹാഫ് മൂൺ ഷേപ്പിലോട്ട് നമുക്കതിനെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് പറ്റിച്ചു കൊടുക്കുക. വീണ്ടും ഗീ സ്പ്രെഡ് ചെയ്യുക. ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ തന്നെ വീണ്ടും നമുക്ക് പാൻ കേക്ക് ചുടാം. ഹാഫ് കുക്ക് ആവുന്ന സമയത്ത് സെൻറ്ററിലൂടെ ഇതേപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. സൈഡിൽ ഇതേപോലെ നമുക്ക് പേസ്റ്റ് ആക്കാനുള്ള ബാറ്റർ കുറച്ച് ഒറ്റിച്ചു കൊടുക്കുക, വീണ്ടും ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഒരു പ്രോസസ്സ് 4 or 5 തവണ മാക്സിമം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ നമ്മളെ മുട്ടടക്ക് സെറ്റാവും കേട്ടോ. ഞാനൊരു 4 തവണയാണ് തോന്നുന്നുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ മുട്ടടക്ക് ഇവിടെ സെറ്റായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള, എന്നാൽ ഫ്രൈ ഒന്നും നമുക്ക് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു അടിപൊളി സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ഫോളോ